എടോ ഇത് വല്ലാത്തൊരു മഴയാണല്ലോ. ഞാനാണെങ്കിൽ ഇന്ന് കുടയും എടുത്തിട്ടില്ല. കുഴപ്പമില്ലടോ, എന്റെ കുടയിൽ കൂടിക്കോ. ഈ ചെറിയ കുടയിലോ? ഇപ്പൊ നോക്ക് മാജിക്. ഇത് കാണുമ്പോൾ വളരെ ചെറുതാണല്ലോ. അതായത് കാഴ്ചയിൽ ചെറുത്, പക്ഷെ വലിയ പ്രയോജനങ്ങളുള്ളത്. ഒന്ന് തെളിച്ചു പറയടോ. നോക്ക്, ഈ ടാറ്റ, SBI, റിലയൻസ് മുതലായ വലിയ കമ്പനികളെ എല്ലാവർക്കും അറിയാം. പക്ഷെ വിപണിയിൽ ധാരാളം പുതിയ കമ്പനികളുണ്ട്. അവ സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ പെടുന്നു. കൂടാതെ ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കാരണം അവ സാധാരണയായി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ട ചില കമ്പനികൾ അടിസ്ഥാനപരമായി നല്ലവയാണ്, കൂടാതെ ഗണ്യമായ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു ശരിയായ സാഹചര്യങ്ങളിൽ വളർച്ചയ്ക്ക്. കൊള്ളാമല്ലോ. പക്ഷേ ഇവയെ എങ്ങനെ തിരിച്ചറിയും? ICICI പ്രൂഡൻഷ്യൽ സ്മോൾ ക്യാപ് ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിലൂടെ. ഈ സ്കീം അതിന്റെ ഗവേഷണത്തിലൂടെ മേൽപ്പറഞ്ഞ മെച്ചപ്പെട്ട സ്മോൾ ക്യാപ് കമ്പനികളെ കണ്ടെത്തുന്നു. അവ അടിസ്ഥാനപരമായി ശക്തമാണെന്നതിലുപരി വേഗത്തിലുള്ള വളർച്ചയ്ക്ക് സാധ്യതയുള്ളവയുമാണ്. കൂടാതെ ഈ കമ്പനികൾ അവയുടെ ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടങ്ങളിലായതിനാൽ നല്ലൊരു സാധ്യതയുമുണ്ട്. ഇവർ ഭാവിയിലെ വിപണി മുൻനിരക്കാർ ആയേക്കാമെന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടേക്കാം. അതായത് വലുപ്പത്തിൽ ചെറുത്, എന്നാൽ സാധ്യതകളിൽ വലുത്. അത് തന്നെ. പിന്നെ ഈ പറയുന്നവയാണ് 5 മികച്ച ഓഹരികളും സെക്ടറുകളും ICICI പ്രൂഡൻഷ്യൽ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ. ഇത് ഓർക്കുക, ഈ പദ്ധതി അത്തരം നിക്ഷേപകർക്ക് യോജിച്ചതാണ്. ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് അത് അഭികാമ്യമാണ്. കൂടുതൽ കാലം നിക്ഷേപം തുടരുന്നത് സമ്പത്തുണ്ടാക്കാൻ. അപ്പോൾ കമ്പനിയുടെ വലിപ്പം നോക്കണ്ട, അതിന്റെ സാധ്യതകളിൽ നിക്ഷേപിക്കൂ. മനസ്സിലായി? എന്നാൽ പോകാം. ഭായ്, ഞാൻ പോവുകയാണ്. മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ഞങ്ങളുടെ ചാനലിൽ ഇത്തരം കൂടുതൽ കണ്ടന്റുകൾക്കായി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.